പോസ്റ്റുകളെല്ലാം നിങ്ങൾ കേട്ടു. നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞങ്ങൾ ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യം എന്നത് മനസ്സിലാക്കിയിട്ട് ആ ഒരു പോസ്റ്റ് ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഞാനും റിതിൻ സാറും വന്നിരിക്കുന്നത് നിങ്ങളുടെ കുറച്ച് ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഉള്ളൊരു കോമൺ ക്വയറിയാണ്, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി SSC എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് പോസ്റ്റ് ഞങ്ങൾ ഡ്രീം ചെയ്യണം, അല്ലേ സാർ? അപ്പം ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള പോസ്റ്റുകളാണ് SSC എക്സാംസിൽ വരുന്ന അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് ഉള്ള അടിപൊളിയായിട്ടുള്ള പോസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വരുമ്പോൾ CGL എക്സാമിന്റെ ഇടയിൽ ഏകദേശം 36ഓളം പോസ്റ്റുകളുണ്ട്. അപ്പൊ അത്രയും പോസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ചോദിക്കുന്നതാണ് ഇതിൽ ഏറ്റവും നല്ലത് ഏതാ, ഏറ്റവും കൂടുതൽ സാലറി, ലൈക്ക് അവരെ ഏറ്റവും നല്ലതെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒന്ന് മേ ബി പവർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ചിലർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ സാലറി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും പലരും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് എടുത്തേക്കുന്നതും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു പലരുടെയും ആംഗിളിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് തോന്നും നമ്മൾ ഈ 5 എണ്ണം പറയുമ്പോൾ ഈ 5 എണ്ണം മാത്രമേ ഉള്ളൂ, അപ്പം ബാക്കിയൊന്നും കൊള്ളത്തില്ലേ? അങ്ങനല്ല. നമ്മൾ ഈ പറയുന്നതിൻ്റെ മെയിൻ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സാലറി ഉള്ളത്, അത്യാവശ്യം ഏറ്റവും നല്ല പേ ലെവലിൽ വരുന്നത്, കുറച്ചുകൂടി ഒരു മിനിസ്ട്രി ലെവലിലേക്കൊക്കെ വരുന്നത്, അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഫ്യൂച്ചർ ഗ്രോത്ത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫ്യൂച്ചറിൽ വളരെ നല്ലൊരു ഗ്രോത്ത് തരുന്നത്, ഇങ്ങനെ കുറേ പ്രിവിലേജുകൾ വരുന്ന ഏറ്റവും നല്ല പോസ്റ്റുകൾ. പക്ഷേ ഇത് മാത്രമേ നല്ലത് എന്നല്ല, നമുക്ക് ബാക്കിയുള്ള 36 പോസ്റ്റുകളുണ്ട്. അതിൽ 5 എണ്ണം നമ്മൾ പറയുന്നുള്ളൂ. ആ ബാക്കിയുള്ള 31 പോസ്റ്റും വളരെ നല്ല പോസ്റ്റുകളാണ്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1 ലക്ഷത്തിൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. ആദ്യത്തെ പോസ്റ്റിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ആദ്യത്തെ പോസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിനുമുമ്പ് സാറ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ പോസ്റ്റുകളും ഒന്നിനോടൊന്ന് മെച്ചമാണ്. പക്ഷേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സാധനം നോക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പറയത്തില്ല ഏറ്റവും മുകളിലുള്ളത് ആഗ്രഹിച്ചാലേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ എന്നുള്ളത്. നിർത്താറില്ല. ചിലർ ചിലപ്പം ചെയ്യാറുണ്ട്, അടുത്ത വട്ടം വീണ്ടും പ്രിപ്പയർ ചെയ്യും, വീണ്ടും ആ പോസ്റ്റിന് വേണ്ടി എഴുതും. ചിലർ ആ പോസ്റ്റ് കിട്ടിയതിനു ശേഷം എഴുതുന്ന പോലും പലരും നിർത്താറുള്ളൂ. അങ്ങനെ കുറേ പേരെ നമുക്കറിയാം. അങ്ങനെ ആ ഒരു ചിലരുടെ ഡ്രീം ആയിരിക്കും കസ്റ്റംസ് ഓഫീസർ അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ. എനിക്കൊന്ന് ഒരുപാട് പേരുടെ ഡ്രീം അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ ആദ്യം എഴുതുന്നത് ചിലപ്പോൾ ടാക്സ് അസിസ്റ്റന്റ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നായിരിക്കും ഇവർ എഴുതി അതിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അടുത്ത വട്ടം വീണ്ടും എഴുതുക, വീണ്ടും നല്ല പോസ്റ്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ഫസ്റ്റ് പോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആൻഡ് അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ എന്ന് പറയും. സോ ഇത് രണ്ടും CGL എക്സാമിനേഷൻ എഴുതുന്ന ഒരാൾക്കറിയാം, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിലെ എല്ലാവർക്കും അറിയാവുന്ന അത്രയും റെപ്യൂട്ടേഷൻ കിട്ടുന്നൊരു പോസ്റ്റാണ്. സോ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും മാത്രമാണ് ഗസറ്റഡ് ഗ്രൂപ്പ് B പോസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ലെവൽ 8 അല്ലേ സാർ ഏറ്റവും നമുക്ക് വരുമ്പോൾ എനിക്കൊന്ന് 4 തൊട്ട് 8 വരെയുള്ള ലെവലാണ് CGLന്റെ അണ്ടറിൽ വരുന്നത്. ആ 8ാമത്തെ ലെവലിൽ വരുന്ന രണ്ട് പോസ്റ്റേ ഉള്ളൂ. അത് നമ്മുടെ ഈ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറും ആണ് എന്നുള്ളതാണ്. സോ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറുടെ സാലറി സ്കെയിൽ നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ സാലറി നോക്കുവാണെങ്കിൽ ഏകദേശം 80,000-നും 95,000-നും ഇടയിലായിട്ടാണ് സാലറി വരുന്നത്. ഒരു ഫ്രഷർ എക്സ്പീരിയൻസ് ഒന്നും നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് പ്രൈവറ്റ് ജോബ്സിനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ജോബ്സിലൊക്കെ എക്സ്പീരിയൻസ് ശരിക്കും മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ എക്സ്പീരിയൻസ് പോലും ഇല്ല, നിങ്ങൾ പഠിക്കുക, ഈ ഒരു പരീക്ഷ എഴുതി ക്ലിയർ ചെയ്തു, ആസ് എ ഫ്രഷർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് 85,000-നും 95,000-നും ഇടയിലായിരിക്കും. ഇത് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന സിറ്റി അനുസരിച്ച്, അതായത് ലൈക്ക് XYZ 3 സിറ്റീസ് ആയിട്ട് പറയുകയാണെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും നിങ്ങൾക്ക് സാലറി കിട്ടുക. മെയിൻ സംഭവിക്കുന്നത് എനിക്കൊന്ന് HR അവർക്ക് 30% കിട്ടും. അപ്പം ബേസിക് പേന്റെ 30%, പക്ഷേ Tier 2 സിറ്റിയിലേക്ക് വരുമ്പോഴും വൈയിലേക്ക് വരുമ്പോൾ അത് 20% ആവും. പിന്നെ കുറച്ചുകൂടി താഴേക്ക് വരുമ്പോഴത്തേന് അത് 10% ആവും. പക്ഷേ ഇവിടെ വരുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് ബൂസ്റ്റിംഗ് കിട്ടുന്നതും നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ സിറ്റി തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ പേ സ്കെയിൽ അത്രയും നല്ലൊരു സ്കെയിലായിരിക്കും വരുന്നത്. പിന്നെ ഫ്യൂച്ചർ ഗ്രോത്ത്, അത് സാലറി ഫ്യൂച്ചർ ഗ്രോത്തും വളരെ നല്ലതാണ്.
നല്ല ഗ്രോത്ത് ഓപ്ഷനും അതുപോലെ തന്നെ നല്ല ഇൻഹാൻസ് സാലറിയും റെപ്യൂട്ടേഷനും കിട്ടുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആണെങ്കിലും അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ ആണെങ്കിലും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കൺട്രോളർ ഓഡിറ്റർ ആൻഡ് ജനറൽ CAG ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരിക്കും നിങ്ങൾ ഇത്രയും നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സാർ ഇതിന്റെ ഒരു ജോബ് പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്രിവിലേജസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ജോബ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഓരോരുത്തർക്കും ഓരോ പോസ്റ്റിനും കുറേ ഡ്യൂട്ടീസ് വരാറുണ്ട്. അപ്പോൾ ആ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം നമ്മുടെ AAO ഓക്കെ അതിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CAGയുടെ ഓഫീസിലായിരിക്കും. ഇപ്പോൾ കുറേ കൂടി എന്തായാലും ഒരു ഡെസ്ക് ടൈപ്പ് ഓഫ് ജോബ് ആയിരിക്കും, ഡെസ്ക് ജോബ് ആയിരിക്കും കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് നോക്കുകയെന്ന് പറഞ്ഞാൽ സീനിയർ അക്കൗണ്ട് ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. ഇനിഷ്യലി നമ്മൾ കയറുന്ന സമയത്ത് ആദ്യത്തെ ജോലി അത് തന്നെ ആയിരിക്കും. അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഒക്കെ ഓഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈവൻ പബ്ലിക് സെക്ടർ ഓഫീസുകളെയൊക്കെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു കൈൻഡ് ഓഫ് ജോബ് റോൾ എന്ന് പറയുന്നത്. പിന്നെ വർക്കിൻ്റെ നേച്ചർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെസ്ക് ജോബാണ് മെയിനായിട്ട് വരുന്നത് എന്ന് നമുക്ക് പറയാം. എസ്പെഷ്യലി ഇനിഷ്യലി ഒക്കെ കൂടുതലും ഡെസ്ക് ജോബ് ആയിരിക്കും. പിന്നെ പോകെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫീൽഡ് വർക്കും കാണും. ലൈക്ക് ചില എന്താ പറയുക ചില ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, ചില ഫാക്ടറി ഓഡിറ്റ്സ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ വരും. അതുപോലെ കരിയർ ഗ്രോത്തിലേക്ക് വരുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല കരിയർ ഗ്രോത്ത് തരുന്നൊരു പോസ്റ്റ് കൂടിയാണ്. നമുക്കൊരു 6 to 10 years ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സീനിയർ ഓഡിറ്റ് ഓഫീസർ ആയിരിക്കും. പിന്നെ അതിനുശേഷം ഡെപ്യൂട്ടി അക്കൗണ്ട് ജനറൽ ആൻഡ് അങ്ങനെ ആ ഒരു ഗ്രോത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ലൈക്ക് നല്ലൊരു ലൈക്ക് ഒരു 5 to 6 years തോറും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രൊമോഷൻസ് വന്നുകൊണ്ടിരിക്കും. നല്ല സാലറി സ്കെയിലാണ് വരുന്നത്. വളരെ പെട്ടെന്നാണ് ഈ സാലറി സ്കെയിൽ ഒരു 1.5 ലക്ഷം ക്രോസ് ചെയ്യുന്നത്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെപ്യൂട്ടേഷനും വളരെ ഹൈ സാലറിയും തുടങ്ങുന്ന തന്നെ ഒരു ഗസറ്റഡ് പോസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു 6 മുതൽ 8 വർഷത്തെ സർവീസിനുള്ളിൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി അക്കൗണ്ട് ജനറൽ ആൻഡ് സോ ഓൺ. ഇപ്പോൾ തുടങ്ങുന്ന ഗസറ്റ് റാങ്കിൽ തന്നെ തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ AAO എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജോബ് നേച്ചറും ബാക്കിയുള്ള ഫാക്ടേഴ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയാണ്. നമുക്കിനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റിലേക്ക് പോകാൻ എനിക്കൊന്ന് ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് ഈ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ASOയുടെ പോസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ASO എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പോസ്റ്റ് അല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ASO എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് CAGലിൻ്റെ അണ്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 36 പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആക്ച്വലി ആ 36 പോസ്റ്റിൽ എനിക്കൊന്ന് 7 or 8 പോസ്റ്റ് ASO തന്നെയാണ്. പക്ഷേ അത് പല ഡിപ്പാർട്ട്മെൻറ്റിലാണേ ഉള്ളൂ. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്കൊന്ന് ഏറ്റവും പോപ്പുലർ എന്ന് പറയുന്നത് ME എന്ന് പറയുന്നതാണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അതിൽ ASOയുടെ പോസ്റ്റാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട്. ബിക്കോസ് ഫോറിനിലടക്കം ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇത് കൂടാതെ നമുക്ക് ഈ ASOയുടെ ബാക്കിയുള്ള പോസ്റ്റിൽ കൂടെ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മിനിസ്ട്രീസിലും ASOയുടെ പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് IBയിൽ ASOയുടെ പോസ്റ്റ് ഉണ്ട്, റെയിൽവേയിൽ ASOയുടെ പോസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സിലും ആൻഡ് ഓൾ മിനിസ്ട്രീസിലും ASOയുടെ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഒരു 7-8 ASOയുടെ പോസ്റ്റിൽ തന്നെ നമ്മുടെ CAGയിലെ ലെവൽ 7 വരുന്ന പോസ്റ്റുകളാണ്. അതെ. അപ്പം ഇതിന്റെ ഏറ്റവും പ്രിവിലേജ് എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും പോപ്പുലർ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒന്ന് പേ ലെവൽ 7 വരുന്നൊരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 75,000 to 85,000 ആണ് മന്ത്ലി നമുക്ക് ഇൻഹാൻസ് സാലറി ആയിട്ട് തന്നെ കിട്ടുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ഗ്രോത്ത് വളരെ നല്ലതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ പോസ്റ്റിംഗ് കംപ്ലീറ്റ്ലി ഡൽഹിയിലായിരിക്കും. നമ്മുടെ പോസ്റ്റിംഗ് ഡൽഹിയിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ആൻഡ് ഡൽഹിയിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മുടെ മിനിസ്ട്രീസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ പോസ്റ്റിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ ഇത്രയും കൂടുതൽ റെപ്യൂട്ടേഷൻ വരാനുള്ള മെയിൻ റീസൺ അത് തന്നെയാണ്. ഡൽഹി അത് മിനിസ്ട്രീസിൽ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അത് കൂടാതെ എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട്, റെയിൽവേസ് ഉണ്ട്, ഞാൻ നേരത്തെ പോലെ IB ഉണ്ട്, ബാക്കിയുള്ള മിനിസ്ട്രീസ് എല്ലാം അവിടെ വരുന്നുണ്ട്. ഇനി അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ ME-യുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ എംബസീസിൽ ഇന്ത്യൻ എംബസീസിൽ ഹൈ കമ്മീഷണേഴ്സിൻ്റെ ഒക്കെ കൂടെ പുറത്ത് പോയി വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ഒരു പോസ്റ്റ് നമുക്ക് തരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ജോബ് പ്രൊഫൈലിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറും ഒരു ഡെസ്ക് ജോബ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോബ് റോൾ തന്നെയാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ആൻഡ് ഹൈ റെപ്യൂട്ടേഷൻ കിട്ടുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് റോളാണ് ഈ 2 റോളിലും പറയുക. അതായത് കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ ഒരു ഡിസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഒരു അനാലിസിസ് ഒക്കെ ആയിരിക്കും. വളരെ നിങ്ങൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളായിരിക്കും ക്രൂഷ്യലാകുക. സോ അത്രയും എന്താ പറയുക ക്രൂഷ്യലായിട്ട് തിങ്ക് ചെയ്യേണ്ടതും അനലൈസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ജോബാണ്. അതെ, അത്
അതല്ല, test ചെയ്യണം. ആ അങ്ങനെയാണോ? job അല്ല ഇത്. അങ്ങനത്തെ ഒരു ടെസ്റ്റ് ജോബ് അല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരുപാട് ഡിസിഷൻസ് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സമയത്ത് ഡാറ്റാസിന്റെ ബേസിലും റിപ്പോർട്ട്സിന്റെ ബേസിസിലും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു ജോലിയാണ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആൻഡ് സെക്ഷൻ ഓഫീസർ. കൂടുതലും നമ്മുടെ ഒരു CA ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയതുകൊണ്ട്. ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ എങ്ങനെ ഫയൽ മാനേജ് ചെയ്യുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഇന്റർ ആൻഡ് ഔട്ട്സൈഡ് ദ ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. ഒരു മിനിസ്റ്റർ എന്തായാലും മറ്റേ മിനിസ്റ്ററുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യേണ്ടി Yes, yes. ഒരുപാട് സമയങ്ങൾ സിറ്റുവേഷൻസ് വരും. ആ ഒരു ടൈം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതുപോലെ തന്നെ പോളിസി ഇംപ്ലിമെന്റേഷൻ ആൻഡ് പ്ലാനിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരു പുതിയൊരു പോളിസി അല്ലെങ്കിൽ പുതിയൊരു റൂള് ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അങ്ങനെയുള്ള ഇവർക്ക് ഇത് കൊടുക്കേണ്ടി വരുന്നത് ചിലപ്പം ഇവരായിരിക്കും. അതിന് ശേഷമാണ് പിന്നെ അത് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഹയർ മിനിസ്ട്രി ലെവലിലേക്ക് പോകുന്നതും പിന്നെ അത് പാർലമെന്റിലേക്ക് വരെ പോകുന്നത്. ആ രീതിയിൽ അത്രയും ഒരു ഇമ്പോർട്ടന്റ് പോസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു ചലഞ്ചിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റോള് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് ആണ് എടുത്തു പറയേണ്ടത്. ഇറ്റ്സ് ജനറലി കൺസിഡേർഡ് എക്സലൻറ്റ്. കാരണം 5 days in a വീക്കാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ് നിങ്ങൾക്ക് ഈക്വലി ബാലൻസ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു ജോബാണ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആൻഡ് അക്കൗണ്ട് ഓഫീസർ എന്ന് പറയുന്നത്. കരിയർ ഗ്രോത്ത് സാറ് നേരത്തെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. 5 മുതൽ 8 വർഷത്തിനിടയ്ക്ക് യു ക്യാൻ ഗോ അപ് ടു അണ്ടർ സെക്രട്ടറി ആൻഡ് സോ ഓൺ. സോ ഇതാണ് ഇതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ വരുന്നത്. സാറിന് ഇതിൽ ഈ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഏകദേശം ഒരു 5 to 8 years ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സ് എക്സാംസ് എഴുതി തുടങ്ങാം. ആ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് എഴുതി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോഷൻസിലേക്ക് പോകാൻ പറ്റും. അതിൻ്റെ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ അണ്ടർ സെക്രട്ടറി ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത്. എനിക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. ലൈക്ക് ആ ലെവലിലേക്കായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ ഗ്രോത്ത് വരുന്നത്. നമ്മൾ ഈ പറയുന്ന റിട്ടയർ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ റേഞ്ച് ചെയ്യുന്നതായിരിക്കും നമ്മൾ റിട്ടയർ ആകുന്നത്. നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ സാലറി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു 3.5-4.5 lakhs അറൗണ്ട് ആയിരിക്കും സാലറീസ് എന്ന് പറയുന്നത് തന്നെ. അത്രയും നല്ലൊരു പോസ്റ്റിൽ നിന്നായിരിക്കും നമ്മൾ റിട്ടയർ ആവുന്നത് എന്നുള്ളത്. കയറുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന കൂടെ തന്നെ റിട്ടയർ ആകുമ്പോഴും നമ്മൾ അത്രയും നല്ലൊരു പോസ്റ്റിൽ നിന്നായിരിക്കും റിട്ടയർ കൂടി ആവുന്നത്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1 ലക്ഷത്തിൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസിൽ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഡയറക്റ്റ് ടാക്സിൽ വരുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് എന്നുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. യെസ്, സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 2 വേരിയേഷൻസ് ഉണ്ടല്ലേ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ടാക്സസിനെ കുറിച്ചും Yes, നമ്മുടെ yes. GST റിഫോം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ട് ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്, ഒരു ഫാക്ടർ, ഒരു പോസ്റ്റ് കൂടിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇങ്ങനെ യൂണിഫോം പോസ്റ്റ് മാത്രമേ ഞാൻ നോക്കുള്ളൂ, എനിക്ക് യൂണിഫോം പോസ്റ്റാണ് ഇഷ്ടം, അങ്ങനെ ആസ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എസ്പെഷ്യലി നോക്കേണ്ട ഒരു പോസ്റ്റാന്ന് തന്നെ പറയും നമ്മുടെ ഈ ഒരു ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ ഈ പോസ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത് പവർ, പ്രസ്റ്റീജ് ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ പോസ്റ്റിംഗ് ഇൻ മേജർ സിറ്റീസ്. കൂടുതലും മെട്രോപൊളിറ്റൻ സിറ്റീസിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ളത്. ആൻഡ് അറിയാം, നമ്മളെല്ലായിടത്തും ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സാധനം ഡെയിലി ന്യൂസിലാണെങ്കിലും ന്യൂസ് പേപ്പേഴ്സിലാണെങ്കിലും എല്ലാത്തിലും കാണുന്ന അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ അവിടെ വർക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത് ലെവൽ 7 ഇതിൻ്റെ പേ ലെവൽ വരുന്നത്. ഇതിൻ്റെ ബേസിക് പേ ഇനിഷ്യൽ സ്റ്റാർട്ടിങ് 44,900 എന്നായിരിക്കും. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അലവൻസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സാർ എനിക്ക് തോന്നുന്നു അലവൻസ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ മൊത്തം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സാലറിയും ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് SSCയുടെ എല്ലാ എക്സാമിൻ്റെയും. ഓക്കെ, അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ അതിനെ കുറച്ചുകൂടി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓരോ പേ ലെവൽ വന്നു കഴിഞ്ഞാൽ എന്ത് സാലറി വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു SSC മാത്രമല്ല SSCയുടെ ബാക്കിയുള്ള പോസ്റ്റുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് വീഡിയോസ് എടുത്ത് നോക്കാവുന്നതാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. SSCയുടെ സാലറി ആൻഡ് ബെനിഫിറ്റ്സ് എന്നുള്ളൊരു വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും SSC എല്ലാ എക്സാംസിലും വരുന്ന ഒരു പേ ഗ്രേഡ് അല്ലെങ്കിൽ പേ ലെവൽ എന്താണെന്നും അതിൻ്റെ ഒരു ഇൻഹാൻസ് സാലറി എത്ര വരും എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും.
യെസ്, അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഹാൻസ് സാലറി വരുന്നത് 65,000-നും 75,000-നും ഇടയിലായിട്ടായിരിക്കും. ഇത് ഇൻക്ലൂഡിങ് അലവൻസസ് ആണ് ഞാൻ ഈ പറഞ്ഞ പേ ലെവൽ വരിക. ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഡയറക്ട് ടാക്സസ്, ഓക്കെ, CBDT ആണ് ഡിപ്പാർട്ട്മെന്റ് വരിക. ഇനി സാർ എന്തായിരിക്കും ഇവർ ഈ ജോബ് റോളിലുള്ള ആളുകൾ കൂടുതൽ ചെയ്യുക എന്നുള്ളത്? ഇതിന്റെ ജോബ് റോളിലേക്ക് വരുമ്പോൾ എനിക്ക് ജോബ് റോളിന് മുമ്പ് ആക്ച്വലി ഇതിൽ നിങ്ങളുടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഈ സീജിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നോർത്തിലൊക്കെ ആയിരിക്കില്ല പോസ്റ്റിംഗ് കിട്ടുന്നത്, നമ്മൾ കേരളത്തിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അങ്ങനെയുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ പോസ്റ്റിൽ ആദ്യത്തെ അസിസ്റ്റന്റ് എന്താ പറയുക, നമ്മുടെ ആദ്യത്തെ ഓഡിറ്റ് ഓഫീസർ അതെന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ കേരളത്തിൽ നമുക്ക് പോസ്റ്റിംഗ് കിട്ടും, പക്ഷേ ഉറപ്പില്ല, കിട്ടാം. ഓക്കെ, പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ASO എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ മാത്രമേ പോസ്റ്റിംഗ് കിട്ടത്തുള്ളൂ, ഒരിക്കലും കേരളത്തിലോട്ട് നമുക്ക് പോസ്റ്റിംഗ് വരത്തില്ല. അത് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ടു ന്യൂ ഡൽഹി എന്നാണ് പറയുന്നത് ആ പോസ്റ്റിനെ. പക്ഷേ കേരളത്തിൽ നമുക്ക് അത്യാവശ്യം വേക്കൻസി ഉണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യം മാർക്കും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും എന്ന് പറയാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നമ്മുടെ ഈ പറയുന്ന ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ കിട്ടുന്ന CGLയുടെ പോസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റുകളാണ് ഈ ഇൻകം ടാക്സ് പ്രിവെന്റീവ് ഓഫീസർ, ഈ ഇൻകം ടാക്സിന് അണ്ടർ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ജോബ് പ്രൊഫൈലിലേക്ക് നമ്മളൊന്ന് വരുമ്പോഴത്തേനും നമുക്ക് മെയിൻ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതും എഗെയിൻ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡെസ്ക് ജോബും ഉണ്ട്, ഫീൽഡ് ജോബും ഉണ്ട്, രണ്ടും ആക്ച്വലി വരുന്നുണ്ട്. അപ്പോൾ ചിലവർ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണെങ്കിൽ കൂടുതലും അവർ ഹാൻഡിൽ ചെയ്യുന്ന ഡെസ്ക് ജോബുകളായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫീൽഡിൽ റെയ്ഡും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്ന ഒരു ടീമും ഉണ്ടായിരിക്കും. അതെ, ഇൻകം ടാക്സ് ഓഫീസർ വന്നു എന്നുള്ളത്. സോ ഫീൽഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് മനസ്സിലായിടത്തോളം ഈ ഇൻകം ടാക്സ് ഓഫീസർക്ക് ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകം തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു ചാലഞ്ചിങ്. അപ്പോൾ ഇപ്പോൾ ഒരു ഡെസ്ക് ജോബ് ആംഗിളിൽ പറയുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡാറ്റ കളക്ഷൻ ഉണ്ട്, ടാക്സസിൻ്റെ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഈവൻ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കം അവിടെ അസസ്മെൻറ്റും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതേ സ്ഥലത്ത് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ എന്താ പറയുക, ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ ഇൻകം ടാക്സ് ലോസിനെ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ട് രീതിയിലാണ് വരുന്നത്, ഒന്ന് ഫീൽഡും വരുന്നുണ്ട്, ഡെസ്കും വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർലി നമുക്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു നമുക്കിപ്പോൾ റെയ്ഡ് ടീം ദിസ് ഈസ് വേർ ദ പോസ്റ്റ് പവർ കംസ് ഫ്രം, നമുക്ക് ആ റെയ്ഡ് എന്നുള്ളതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പവർ എന്നുള്ള ഒരു സംഭവം ശരിക്കും വരുന്നത്. പിന്നെ ഡെസ്ക് വർക്ക് ആണെങ്കിൽ മോസ്റ്റ്ലി ഈ പറയുന്ന പോലെ റിട്ടേൺസ്, പ്രോസസ്സിംഗ്, റീഫണ്ട്സ്, ഹാൻഡ്ലിംഗ്, കറസ്പോണ്ടൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. ഇതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഗെയിൻ ഈ ഒരു പോസ്റ്റിന് ഒരു എന്താ പറയുക, നമ്മുടെ കേരളത്തിൽ ജോലി കിട്ടുമെന്നുള്ളതും നല്ല സാലറിയും പേ ലെവൽ 7 യൂണിഫോം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂടാതെ അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എവിടെ വരുന്നത്, ഇതിൻ്റെ കരിയർ ഗ്രോത്ത് വളരെ നല്ലതാണ്. ഒരു 13 വർഷം ഐ തിങ്ക് ഏകദേശം ആ ഒരു സമയം കഴിയുമ്പോഴത്തേന് നമ്മളൊരു എന്താ പറയുക IPS റാങ്കിലുള്ള ഒരു പോസ്റ്റിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്കവിടെ കാണാൻ പറ്റും ഗ്രൂപ്പ് A നോൺ IAS പോസ്റ്റ്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് A പോസ്റ്റ് നിങ്ങൾക്കറിയാം, ഗ്രൂപ്പ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സർവീസ് പോസ്റ്റുകളാണ്. അപ്പോൾ ആ സിവിൽ സർവീസ് പോസ്റ്റുകളിൽ തന്നെ IAS അല്ലാത്ത ഗസറ്റഡ് റാങ്ക് പോസ്റ്റിലേക്ക്, ഗ്രൂപ്പ് A പോസ്റ്റിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത്. അത്രയും പവർഫുൾ പോസ്റ്റിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ. അപ്പോൾ ഫ്യൂച്ചർ അത് കഴിഞ്ഞിട്ടുള്ള ഗ്രോത്തും എന്തായിരിക്കും, വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ നല്ലൊരു പോസ്റ്റ് ആയിരുന്നു ഇതെന്ന് പറയാം. നമുക്കിനി 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1 ലക്ഷത്തിൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ CBI. എഗെയിൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് CBI. നമുക്കറിയാം നമ്മൾ CBIയിൽ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ആ ഒരു പറയുന്ന ഒരു പവർ എഗെയിൻ അവിടെ എനിക്കൊന്ന് ഈ പോസ്റ്റ് എഗെയിൻ തരുന്ന ഒരു പവറാണ് നമുക്ക് ആ ഒരു ശരിക്കും തരുന്നത്. അപ്പോൾ അത് പവർ ആ ഒരു പോസ്റ്റ് തരുന്ന ഒരു പവർ, ലൈക്ക് അത് പറയുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു പവർ, അല്ലെങ്കിൽ തരുന്ന ഒരു പവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫീൽഡ് വർക്ക് വരുന്ന ഒരു പോസ്റ്റ് ആണെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ അലവൻസുകളും ഉണ്ട് എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം.
ഇപ്പോൾ നമുക്കിവിടെ വരുമ്പോഴത്തേന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അതിലൊരു ത്രില്ലുണ്ട്, ഹൈ പ്രസ്റ്റീജിയസ് ആണ്, ഫീൽഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് അഗൈൻ പേ ലെവൽ 7 തന്നെ വരുന്ന പോസ്റ്റാണ്. ബേസിക് പേ ഈ പറയുന്ന 44,900 ആണെങ്കിലും ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് 65,000 to 75,000 പെർ മന്ത് ആണ്. പക്ഷേ നമ്മളോട് ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ നമുക്കിവിടെ അഡീഷണൽ ചില അലവൻസുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. നമ്മൾ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഈ സാലറി ആൻഡ് അലവൻസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധാരണ പോസ്റ്റിലൊക്കെ ഓക്കെ, പക്ഷേ ഫോഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് എപ്പോഴും എന്തെങ്കിലും അഡീഷണൽ ഉണ്ടായിരിക്കും. അവരിടുന്ന എഫോർട്ടിനായാലും ശരി, എക്സ്ട്രാ വർക്കിംഗ് ഹവേഴ്സിനായാലും ശരി, അവരെടുക്കുന്ന റിസ്കിനായാലും ശരി ഒക്കെ അവർക്ക് എക്സ്ട്രാ അലവൻസുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാലും കാണാം അഡീഷണലി റിസീവ്സ് ഹൈ സ്ട്രെസ് അലവൻസ്. അവർക്ക് ഇത് കൂടാതെ കിട്ടുന്ന ഒരു സംഭവമാണ് ഹൈ സ്ട്രെസ് അലവൻസ് എന്ന് പറയുന്നത്. അത് ഡ്യൂട്ടി അനുസരിച്ചായിരിക്കും അത് വരുന്നത്. ആൻഡ് സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ഡ്യൂ ടു ഡിമാൻഡിങ് നേച്ചർ ഓഫ് ദ ജോബ്. ആ ഒരു ജോബിന്റെ സ്ട്രെസ് ഉണ്ടെന്നല്ല പറയുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളിപ്പം ആർമിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഓഫീസേഴ്സ് ഉണ്ട്, പക്ഷെ എല്ലാരും അവിടെ ഈ റാങ്കിങ് കൊടുക്കുക എന്ന് ഇപ്പൊ സാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അവരുടെ ചെസ്റ്റ് ഏരിയയിലായിട്ട് കുറെ സംഭവങ്ങൾ ഇങ്ങനെ കൊടുക്കും. അത് ലൈക്ക് അവർ വെറുതെ ഇരുന്ന് കിട്ടുന്ന സംഭവമല്ല, അത് അവർ ഇടുന്ന റിസ്കിന്റെയും അതുപോലെ തന്നെ അവർ ഓരോ ഫീൽഡ് ഏരിയാസ് കവർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്, അതൊരു റെപ്യൂട്ടേഷൻ ആണ്. സെയിം തന്നെ ആയിരിക്കും ഇവിടെ. അതേപോലെ റിസ്ക്, ആ എടുക്കുന്ന റിസ്കിനാണ് ശരിക്കും ആക്ച്വലി ഹൈ സ്ട്രെസ് അലവൻസ് എന്ന്. ഞാൻ റിസ്ക് എന്ന് പറയുമ്പോൾ ആ റിസ്കിൽ ഒരു സ്ട്രെസ് ഉണ്ട്, ആ സ്ട്രെസ്സിനെയാണ് ആക്ച്വലി അവർ എന്ത് ഉദ്ദേശിക്കുന്നത് ഹൈ സ്ട്രെസ് അലവൻസ്. ഇത് കൂടാതെ അതിന് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് കൂടി അവർ പറയുന്നുണ്ട്. ബിക്കോസ് ആ ജോബ് അത്രയും ഡിമാൻഡിങ് ആണ്, അതുകൊണ്ട് എന്ന് ക്ലിയർലി പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം CBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന ഡൽഹിയിലാണ്. നമുക്ക് പോസ്റ്റിംഗ് ഡൽഹിയിൽ ആയിരിക്കും മോസ്റ്റ്ലി കിട്ടുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറച്ച് ലോ ലെവൽ പോസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും നമ്മുടെ CBIയുടെ ഓഫീസുണ്ട്. സോ അവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ സത്യം പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് വേണം. എന്നാൽ ഇവിടെ നമുക്ക് വേക്കൻസീസിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് വേക്കൻസിയാണ് വരുന്നത്, എന്നിട്ട് അത്രയും നല്ല പോസ്റ്റാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ കേരളത്തിൽ തന്നെ എനിക്ക് ഇവിടെ തന്നെ ജോലി വേണം എന്ന് പറയുവാണെങ്കിൽ നമുക്ക് അതേപോലത്തെ റാങ്കും വേണം. എനിക്ക് അതർവൈസ് നമുക്ക് കൂടുതലും കിട്ടുന്നത് എവിടെ വേണമെങ്കിലും നമുക്ക് കിട്ടാം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേരളത്തിൽ തന്നെ കിട്ടുമോ എന്നുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു കാര്യം കൂടി അവിടെ ആഡ് ചെയ്ത് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും നല്ല റാങ്ക് കൂടി വായിക്കാൻ. ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക മാത്രമല്ല, നല്ല റാങ്ക് കിട്ടിയാൽ നിങ്ങൾക്കത് കേരളത്തിൽ തന്നെ ഈ പറഞ്ഞൊരു CBI ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിൽ പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചർ ഗ്രോത്ത് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെയോ പല സ്ഥലത്തും നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരാം. ഇനി നമുക്ക് നമുക്ക് ഈ പറയുന്ന പോലെ വളരെ എന്താ പറയാ ഭയങ്കര ത്രില്ലുള്ള ഒരു ജോബ് പ്രൊഫൈൽ ആയിരിക്കും ഇതിന്റെ എന്തായാലും വരുന്നത്. CBI ഇൻസ്പെക്ടറുടെ ജോബ് റോളിനെ പറ്റി ഓൾറെഡി സാർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. അതായത് ഗ്രൗണ്ട് ലെവൽ വർക്കിംഗ് ഡയറക്ട്ലി ഓൺ ഹൈ പ്രൊഫൈൽ ക്രിമിനൽ കേസസ് ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും. ഇപ്പൊ എനിക്ക് ജസ്റ്റ് കൂടുതലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ആണ് ഇഷ്ടം. സാറിന് ഇത് മൂവി ഇഷ്ടം? അതേപോലെ തന്നെ ഞാനും ഇരുന്ന് കാണാറുണ്ട്. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്കത് അത്രയും ത്രില്ലിംഗ് ആണ്. ഇറങ്ങി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ആ ഒരു അനുഭവം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം. ഭയങ്കര റിസ്കി ആണ്, ഭയങ്കര ചലഞ്ചിങ് ആണ്. അതുപോലെ അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ജോലി വേറെ കാണത്തില്ല. ഓഫ് കോഴ്സ് ത്രില്ലിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ റിസ്ക് ആയിട്ടുള്ള എല്ലാ സാധനത്തിൻ്റെ പുറകിലും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകളും ഉണ്ടായിരിക്കും. ആൻഡ് എക്സ്ട്രീംലി ഡിമാൻഡിങ് ഫീൽഡ് വർക്ക് ആയിരിക്കും, ഇൻക്ലൂഡിങ് ഇൻ്റലിജൻസ് ഗ്യാതറിങ്, കണ്ടക്ടിങ് റെയ്ഡുകൾ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഫയൽ മാനേജ്മെൻറ്റ്, ഇൻ്ററോഗേഷൻ, കോർട്ടിൽ അപ്പിയർ ചെയ്യേണ്ടതായിട്ടുള്ള കേസസ് ഉണ്ടാവും. അതുപോലെ തന്നെ ലോങ് ഇറഗുലർ വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഫ്രീക്വൻറ്റ് ട്രാവൽ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള 9 to 5 ഡെസ്ക് ജോബ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഡിപ്പെൻസ്. ചില സമയത്ത് നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. നിങ്ങളുടെ കംഫർട്ട് സോണിലായിരിക്കില്ല നിങ്ങളെപ്പോഴും. വിച്ച് മീൻസ് സക്സസ് ആൻഡ് ചലഞ്ചസ് ഉണ്ടാകുന്നത് എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കുന്നവർക്കും അല്ല, അതിൻ്റെ പുറത്ത് വന്ന് വർക്ക് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ആരെന്ത് എക്സ്ട്രാ ചെയ്തു അങ്ങനെയുള്ളവർക്ക് മാത്രമായിരിക്കും സക്സസ് എന്ന് പറയുന്നൊരു സാധനം വരുന്നത്. സോ ഓഫ് കോഴ്സ് ഇവിടെ ആ ഒരു ജോബ് റോളിൽ തന്നെ അത് ക്ലിയർ ആണ്. ഓക്കെ. ആൻഡ് കരിയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 5 to 7 ഇയേഴ്സിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് DSP ആൻഡ് സോ ഓൺ. 5 to 7 years അതിനുശേഷം പിന്നെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ. അപ്പോൾ ലൈക്ക് നമുക്ക് ഇവിടെ വരുമ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യമേ സബ് ഇൻസ്പെക്ടർ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു 5 to 7 years കഴിയുമ്പോൾ നമ്മൾ ഇൻസ്പെക്ടർ ആവും. പിന്നെ നമ്മുടെ യൂഷ്വൽ എന്താ പറയാ ഒരു ഫോഴ്സിൽ കാണുന്ന പോലത്തെ തന്നെ ഗ്രോത്ത് ആണ്, അതേ ഒരു ലെവലാണ്, ഫോഴ്സ് ലെവൽ ഗ്രോത്ത് ആണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അഗൈൻ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൺ, നമുക്ക് ഇപ്പൊ ഈ സീസണിന്റെ അകത്ത് തന്നെ ഗൺ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് CBIയുടെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പൊ അതിനുള്ള ട്രെയിനിങ് അവർക്ക് ഇനിഷ്യലി തന്നെ കൊടുക്കുന്നതുമാണ്. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. ലൈക്ക് അത്രയും വിഷ്വൽസ് അവരെ ഗണ്ണ് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ലൈക്ക് അത്രയും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ് ആണ് എന്നുകൂടി നമുക്ക് അവിടെ പറയാൻ പറ്റും. പൊതുവെ ഗൺസ് യൂസ് ചെയ്യുന്ന ആർമി മെൻസും അതുപോലെ തന്നെ ടോപ്പ് പോലീസ് ഓഫീസേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈക്വലി നിങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടായിട്ടാവണം ഗൺ സർവീസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ
തോക്കൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ പോസ്റ്റ് ചൂസ് ചെയ്യാം. ആൻഡ് അടുത്തൊരു പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പ് 5 നമുക്ക് എന്തുകൊണ്ടും നിസ്സംശയമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. ഇൻസ്പെക്ടർ പോസ്റ്റാണ്. അത് സെൻട്രൽ എക്സൈസിലും അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ഓഫീസർ ഓർ എക്സാമിനർ പോസ്റ്റാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡയറക്റ്റ് ടാക്സസ് ആണ്. ഇത് ഇൻഡയറക്റ്റ് ടാക്സസിലേക്കാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ 3 പോസ്റ്റുകളാണ് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറയാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഡ്രീമാണ്. പലരും പലതവണ എക്സാം എഴുതിയിട്ടാണ് ഈ പോസ്റ്റിലേക്ക് എത്തിച്ചേരുന്നത് തന്നെ. ലൈക്ക് പ്രിവെന്റീവ് ഓഫീസർ പോലത്തെ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ തന്നെ ഒരുപാട് പേരും 3-4 തവണ സീജിലൊക്കെ എഴുതി അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ പലർക്കും ആ യൂണിഫോമിനോടുള്ള ഒരു ആഗ്രഹം ഭയങ്കര കൂടുതലായിരിക്കും. എന്താണ് ആ വൈറ്റ് യൂണിഫോം ഒക്കെ ഇട്ട് കസ്റ്റംസ് ഓഫീസറായിട്ട് നിൽക്കുന്നത്, അതൊക്കെ ഒരു വളരെ ഡ്രീം ആയിരിക്കും പലരുടെ. സോ ഇത് ഇൻഡയറക്റ്റ് ടാക്സസിൽ വരുന്ന പോസ്റ്റുകളാണ് നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ പേ ലെവൽ വരുന്നത് ലെവൽ 7 ആണ്. അതുപോലെ ബേസിക് പേ വരുന്നത് 44,900. എനിക്ക് തോന്നുന്നു ഇത് CBI ഇൻസ്പെക്ടറിൻ്റെ അതേ ബേസിക് പേ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇൻഹാൻസ് സാലറി നിങ്ങൾക്ക് എല്ലാ അലവൻസസും കൂടെ കൂട്ടുമ്പോഴത്തേക്കും ഒരു മാസം 70,000-നും 85,000-നും ഇടയ്ക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ്. ഈ പ്രിവെൻറ്റീവ് ഓഫീസർ അല്ലെങ്കിൽ എക്സാമിനർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോസ്റ്റ് സെൻട്രൽ എക്സൈസ്, ഇതിൻ്റെ ജോബ് റോൾ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ജോബ് റോളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മളിവിടെ ഇപ്പം 3 പോസ്റ്റുകൾ പറഞ്ഞു. അപ്പം 3 പോസ്റ്റിനും അതിൻ്റേതായിട്ടുള്ള ജോബ് പ്രൊഫൈലുകളുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് സെൻട്രൽ എക്സൈസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഈ പറഞ്ഞ എക്സൈസ് റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന GST തന്നെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ. ഇപ്പോൾ GST ഇൻസ്പെക്ടേഴ്സ് എന്നും ഇവരെ പറയാറുണ്ട് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കാം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് GST ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റിംഗ് കിട്ടി എന്നുള്ളത്. അതും എഗെയിൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിൽ പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഹൈലി പോസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റുകളാണ് ഈ കാണുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരുപാട് പേർക്ക് പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. കൂടുതലും നമ്മുടെ കൊച്ചി ഓഫീസിലാണ് കൂടുതലും പോസ്റ്റിങ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അഗെയിൻ ഫീൽഡ് ജോബാണ് നമുക്ക് മെയിനായിട്ട് എക്സൈസ് ഓഫീസിലേക്ക് വരുമ്പോൾ വരുന്നത്. മെയിൻലി നമ്മൾ ഈ പറഞ്ഞ പോലെ GSTയും ബാക്കിയുള്ള റൂൾസിനെയൊക്കെ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. അതുപോലെ ഫാക്ടറി ഓഡിറ്റ്സ് വരുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെസ്ക് ജോബ് വരും. ഇനി പ്രിവെൻറ്റീവ് ഓഫീസിലേക്ക് വന്ന അഗെയിൻ എനിക്ക് തോന്നുന്നു ഈ 3 എണ്ണത്തിലും ഏറ്റവും പോപ്പുലർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രിവെൻറ്റീവ് ഓഫീസർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ മെയിൻലി സീപോർട്ട്, എയർപോർട്ടിൽ നമ്മുടെ ഈ പറഞ്ഞ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കസ്റ്റംസ് ഓഫീസർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യൂണിഫോമിലൊക്കെ ആയിട്ട് എയർപോർട്ടിലും സീപോർട്ടിലും ഷിപ്പ് വരുന്ന സമയത്ത് ആ ഗുഡ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സ്മഗ്ലിങ്ങും അതേപോലത്തെ ഗോൾഡിൻ്റെ ഒക്കെ കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബാഗേജ് ചെക്ക് ചെയ്യുക, കാർഗോ ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഔട്ട്ഡോർ ഡിമാൻഡിങ് പോസ്റ്റ് ആണ് നമ്മുടെ പ്രിവെൻറ്റീവ് ഓഫീസർ എന്ന് പറയുന്നത്. പിന്നെ എക്സാമിനർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഡെസ്ക് ജോബും അറ്റ് ദ സെയിം ടൈം അവർക്ക് ആ കാർഗോ ഒക്കെ വരുമ്പോൾ ആ കാർഗോനെ അസസ് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക, അതിൻ്റെ ടാക്സസ് ഒക്കെ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അത് എൻഫോഴ്സ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എക്സാമിനർ വരുന്നത്. ആ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുക. കൈൻഡ് ഓഫ് കുറച്ചൊരു ഡെസ്ക് ജോബ് ആണെന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. ആ 3 എണ്ണത്തിൽ കരിയർ ഗ്രോത്തിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കിത് ഒരു 13 തൊട്ട് 15 വർഷത്തോളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക കമ്മീഷണർ റാങ്കിൽ സൂപ്രണ്ടന്റ് ഗ്രൂപ്പ് എ കാറ്റഗറിയിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു IPS ലെവൽ ആ ഒരു റാങ്കിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണർ, പിന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഗ്രോത്ത് നമുക്ക് അവിടെ വരുന്നത്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1 ലക്ഷത്തിൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. സോ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് പോസ്റ്റുകളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ നമ്മളിപ്പോൾ 5 കാണിച്ചെങ്കിൽ ശരിക്കും 5 അല്ലായിരുന്നു. ശരിക്കും നമുക്ക് ആദ്യത്തെ 2 എണ്ണം ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ലെവൽ 8 വരുന്ന 2 പോസ്റ്റ് ഒരുമിച്ചായിരുന്നു. CBI ഇൻഡിവിജ്വൽ പോസ്റ്റാണ് എന്ന് പറയാം. പക്ഷേ അഗെയിൻ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയാലും ബാക്കിയുള്ള പ്രിവെൻറ്റീവ് എക്സാമിനർ അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ തന്നെ പിന്നെ അഗെയിൻ വരുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പോസ്റ്റുകളെല്ലാം കൂടി ചേരുമ്പോഴത്തേന്ന് നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പോസ്റ്റുകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ ഇതല്ലാതെ ബാക്കിയുള്ള പോസ്റ്റുകളെല്ലാം വളരെ നല്ല പോസ്റ്റാണ്. നിങ്ങൾക്ക് പലർക്കും ഡ്രീം ഇതിൻ്റെ പുറത്തൊരു ഡ്രീം ആയിരിക്കും പലർക്കും ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് ആ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആ സമയത്ത് പഠിച്ചു കൊടുക്കുന്ന ഒരു കാര്യമില്ല. നമ്മൾ വളരെ നേരത്തെ ഇപ്പം എനിക്കൊന്ന് ഇപ്പോഴാണെങ്കിൽ വളരെ കറക്റ്റായിരിക്കും. നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ സീജിലിൻ്റെ എക്സാം നടന്ന് നമ്മുടെ സെപ്റ്റംബറൊക്കെ ആയപ്പോഴാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഡിസംബർ തൊട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് എനിക്കൊന്ന് ഒരു 8 തൊട്ട് 10 മാസം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പം ഈ ഒരു സമയം എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ വരുന്ന എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. SSCയുടെ CGL മാത്രമല്ല, CSL ഉണ്ട്, MTS ഉണ്ട്, ബാക്കിയുള്ള എക്സാംസ് ഉണ്ട്. ഇപ്പം കറന്റ് ആക്റ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്.
സോ ഒരുപാട് എക്സാംസ് ആണുള്ളത്. ശരി, അപ്പോൾ നമുക്ക് ഈ പ്രിപ്പറേഷനിലേക്ക് എങ്ങനെയൊക്കെ കടക്കാം, നമുക്ക് ഇവിടെ എൻട്രിയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ പോസ്റ്റുകളെല്ലാം നിങ്ങൾ കേട്ടു. നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞങ്ങൾ ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യം എന്നത് മനസ്സിലാക്കിയിട്ട് ആ ഒരു പോസ്റ്റ് ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ആൻഡ് എൻട്രിയിലെ കോഴ്സസും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. നമുക്കിവിടെ ഗോൾഡ് ബാച്ചസ് ഉണ്ട്. എല്ലാം തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. യു ക്യാൻ സീ ഹിയർ നമുക്ക് എക്സ്പേർട്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഇപ്പം നിങ്ങളൊരു 6 month ഗോൾഡ് ബാച്ചാണ് എടുക്കുന്നതെങ്കിൽ Day 1 to Day 180 നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, അതേസമയം നിങ്ങളുടെ ലൈവ് ക്ലാസ്സസ് ഏതൊക്കെയാണ്, ഏത് മോക്ക് എക്സാംസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നടക്കം എല്ലാം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനിലായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഐഡിയലി നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ബേസ്, മോഡറേറ്റ്, ഹൈ ലെവൽ, ഈ ഒരു ഫൗണ്ടേഷനിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ മെൻറ്റേഴ്സ് എല്ലാം തന്നെ ഈ ഒരു എക്സാം ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസിലി ഏത് ടൈമിലും അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവർ ഡൗൺലോഡ് എൻട്രി ആപ്പ്. അതിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാം ഏതാണ്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ബാങ്കിങ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആപ്പിലെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, നമുക്ക് ഫ്രഷ്ലി വരുന്ന യൂസറിന് ഒരു 7 day ഫ്രീ ട്രയൽ ഉണ്ട്. അതായത് 7 ദിവസം കൊണ്ട് ഒരു പേയ്മെൻറ്റും ഇല്ല നിങ്ങൾക്ക് ആപ്പിലുള്ള എല്ലാ ക്ലാസ്സസും കോണ്ടൻസും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് 7 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് പ്ലാനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് AI കോപൈലറ്റ്, നമ്മുടെ എൻട്രി ആപ്പിലെ AI അസിസ്റ്റൻസ് ഉണ്ട്. സോ AIനെ നിങ്ങളുടെ പഠനത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആൻഡ് നമുക്ക് എല്ലാ മാസവും വി ഹാവ് ന്യൂ ബാച്ചസ്, ഒരുപാട് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഓൺ എ മന്ത്ലി ബേസിസ്. ആൻഡ് ഇത് ഡിസംബറിൻ്റെ ഒരു ടൈമാണ്. അടുത്തത് ഒരു ജാനുവരി വരെയാണ്. 2026 പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. സോ ഈ ഒരു ടൈം നിങ്ങളുടെ അടുത്ത വർഷം ഒരു ഗവൺമെൻറ് ജോലി എന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാൻ ദ ബെസ്റ്റ് ടൈമാണ്. അത് എൻട്രിയോടൊപ്പം ആണെങ്കിൽ യു വോണ്ട് റിഗ്രറ്റ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമുക്ക് ഡിസംബറിൽ ഇപ്പം ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ എൻട്രിയിലുണ്ട്. ഇയർ എൻഡ് ഓഫേഴ്സ് എല്ലാം ആക്റ്റീവാണ്. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സ് ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഉടൻ തന്നെ കോഴ്സുകൾ ഗ്രാബ് ചെയ്യുക. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ നമ്പർ നിങ്ങൾക്ക് സ്ക്രോളിലൂടെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് അവരെ കണക്ട് ചെയ്യുകയാണെങ്കിൽ പരീക്ഷ സംബന്ധമായിട്ടുള്ള ഡൗട്ടുകളും അതുപോലെ എൻട്രിയിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ചോദിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ 40% ഓഫും ഉണ്ട് നിങ്ങളുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന്. RRB ആയാലും SSC ആയാലും റെയിൽവേ ആയാലും ഒക്കെ തന്നെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കിപ്പോൾ ഓരോ മന്തും ഒരു 3 ലക്കി യൂസേഴ്സിന് വാലിഡിറ്റി ഇല്ലാതെ അൺലിമിറ്റഡ് അക്സസും കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഓൺലൈൻ ബാച്ച് എടുക്കുമ്പോൾ 1 വർഷത്തെ വാലിഡിറ്റി ഒക്കെ കാണത്തുള്ളൂ. പക്ഷേ ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് എൻട്രിയിൽ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് ബാച്ചസിലേക്ക്, ലൈക്ക് നമ്മുടെ SSC, റെയിൽവേ ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഇതിൽ 40% ഓഫാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് കൂടാതെ നമ്മുടെ ഈ ഒരു ഗോൾഡ് ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യുന്ന 3 ലക്കി യൂസേഴ്സിന് അൺലിമിറ്റഡ് അക്സസും കിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക്. എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഓൺലൈൻ ബാച്ച് ഒക്കെ എടുക്കുമ്പോൾ എനിക്കൊന്ന് 1 year വാലിഡിറ്റി ആണ് വരുന്നത്. പക്ഷേ 3 ലക്കി യൂസേഴ്സിന് അങ്ങനെ ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കത്തില്ല. അവർക്ക് ഒരു അൺലിമിറ്റഡ് ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്കും ആകാം. അപ്പോൾ നിങ്ങൾക്കത് ഫ്യൂച്ചർ ലോങ് ടേം പ്രിപ്പറേഷൻ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഒരു എക്സാം ഒക്കെ കഴിഞ്ഞാൽ അടുത്ത എക്സാമിന്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുന്നുള്ള ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള SSCയുടെ എക്സാംസിൻ്റെ കലണ്ടർ ഈ മാസം അവസാനത്തോടായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എപ്പോഴും അതൊരു ഡിസംബർ ഒരു 20 തൊട്ട് 25 ഇടയ്ക്കൊക്കെ ആയിട്ടാണ് അടുത്ത വർഷം ഏതൊക്കെ എക്സാംസ് ആണ് നടക്കാൻ പോകുന്നത്, അത് ഏത് മാസമാണ് അലൈൻ ചെയ്തേക്കുന്നത്, എന്ന് വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ പോകുന്നത്, എന്നാണ് നമുക്ക് അതിൻ്റെ എക്സാം വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആ കലണ്ടർ വഴി അറിയാൻ പറ്റും. SSC എക്സാംസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാരണം ടൈം ബൗണ്ട്നെസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു വർഷം നടത്താനായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്ന എല്ലാ പരീക്ഷകളും ആ കലണ്ടറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ആൻഡ് ഓരോ പരീക്ഷയും ഏകദേശം ഏത് മാസം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, ഏകദേശം ഏത് മാസം അതിൻ്റെ പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവും, മീൻസ് പരീക്ഷ ഏത് മാസം ഉണ്ടാവും എന്നുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻ ഒരു വർഷം തുടങ്ങുന്നതിന് അടുത്തോടായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏത് എക്സാമാണ് എനിക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ CGL ആണെങ്കിൽ CGLൻ്റെ നോട്ടിഫിക്കേഷൻ ഈ 2026 ഈ ഒരു പെർട്ടിക്കുലർ മന്തിൽ വരും. അതനുസരിച്ചിട്ട് കാൻഡിഡേറ്റ്സിന് അവരുടെ പ്രിപ്പറേഷൻ സ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവരും കലണ്ടർ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ കലണ്ടർ ഈ മാസം വരുമ്പോൾ തന്നെ നമ്മൾ ഈ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. ഈ അപ്ഡേറ്റ്സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഈ ചാനൽ വഴി നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി കലണ്ടർ വരാൻ എനിക്കൊന്നും ഒരുപാട് ദിവസമൊന്നുമില്ല, വളരെ കുറച്ച് ദിവസത്തിൻ്റെ തന്നെ കലണ്ടർ നമുക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ബാച്ചസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ജോയിൻ
ചെയ്യണം, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ തിങ്ക് നമ്മളെല്ലാം കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങൾ ഏത് പോസ്റ്റിനെ ആണ് ഗോളായിട്ട് കീപ്പ് ചെയ്യാൻ പോകുന്നത്, ഡ്രീമായിട്ട് കീപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അത് ഗോളായിട്ട് ഡ്രീമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രൊഫഷൻ ഏറ്റവും നല്ലപോലെ ചെയ്യുക. നിങ്ങൾക്ക് ആ ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ വിഷ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെയുള്ള ഏതെങ്കിലും പോസ്റ്റുകൾ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, നമ്മൾ അതിനെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി കുറേ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ. നിങ്ങൾക്ക് അതും ചാനലിൽ ചെന്ന് നോക്കാവുന്നതാണ്. ഇത് കൂടാതെ പിന്നെയും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പോസ്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക, അത് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. So wishing you all the very best. Thank you all.